നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം, പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിൽ വരുന്ന വിഷുഫലങ്ങൾ എങ്ങനെയാണ് പുണർദം ജാതകനിൽ സ്വാധീനം ഉണ്ടാക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ നിലപാടുകൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് അയവില്ലാത്തതും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുമായ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും എന്നുള്ളത് മനസ്സിൽ ഓർമ്മയിൽ വച്ചിരിക്കുക. അതിപ്പോൾ കുടുംബത്തിനകത്തായാലും പുറത്തായാലും ഈ രീതിയിൽ സംഭവിക്കുന്നതാണ്. പിന്നെയുള്ളതെന്ന് പറയുന്നത്, സന്താനങ്ങളുടെ കാര്യത്തിലോ കുടുംബത്തിലെ മറ്റ് വ്യക്തികളുടെ കാര്യത്തിലോ അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടില്ല എന്ന് നടിച്ച് നടക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ശരിക്കു പറഞ്ഞാൽ ചവിട്ടടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് പരമമായ സത്യം എന്ന് പറയുന്നത്. ആ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിപൂർവം കാര്യങ്ങൾ അല്ലെങ്കിൽ ചിന്താശേഷി ഉപയോഗിച്ച് ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഏപ്രിൽ മാസത്തിൻ്റെ 2ാം പകുതിയോടെ കാര്യങ്ങൾ കൂടുതൽ മെച്ചമുള്ളതായിത്തീരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിൽ തേടുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയം പുതിയ തൊഴിൽ രംഗങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. പുതിയ ജോലിയിൽ കയറുവാൻ കഴിയുന്നതാണ്. കൂടാതെ സുഹൃത്തുക്കളുമായി വിനോദസഞ്ചാരങ്ങൾ നടത്തുവാനും തീർത്ഥാടന യാത്രകൾ നടത്തുവാനുമുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കും, അല്ലെങ്കിൽ പുതിയ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഗവേഷണപരമായ മേഖലകളിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ആ രീതിയിലുള്ള മേഖലകളിലൊക്കെ ജോലിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകും. പല രീതിയിലും ധനാഗമനം ഉണ്ടാകും. പ്രധാനമായിട്ടും വരുന്ന വഴികളെന്ന് പറയുമ്പോൾ ഊഹക്കച്ചവടങ്ങൾ വഴി, ചിട്ടി പോലുള്ള കാര്യങ്ങൾ വഴി, ഇൻഷുറൻസ് മേഖല എന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിന്ന് സാമ്പത്തിക ആദായം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ നിലയിൽ നിലനിൽക്കുന്ന ജാതകർക്ക് ഇതൊരു വരുമാന മാർഗമായിരിക്കും എന്നതുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. കുടുംബപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണിപ്പോൾ. പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, പിതാവുമായി ബന്ധപ്പെട്ട ബന്ധുജനങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർ മുഴുവൻ സമയവും അവരുടെ ജീവിതത്തിൻ്റെ ഏറെക്കുറെ സമയവും ആയതിലേക്കായിട്ടുള്ള പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെച്ച് അതിലേക്ക് ഇറങ്ങിത്തിരിക്കും എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. സംയുക്തമായ സംരംഭങ്ങളിൽ നിന്നെല്ലാം പിന്മാറി സ്വന്തമായി വ്യാപാരങ്ങൾ തുടങ്ങുവാൻ നിർബന്ധിതരാകും എന്നുള്ളതും ഈ സമയത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്. വളരെ പ്രയാസമേറിയ വിഷയങ്ങൾ പോലും ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. കഠിനമായ വിഷയങ്ങൾ പോലും വളരെ നിഷ്പ്രയാസം ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അവസരങ്ങൾ പല വഴിയിലും ജാതകനിൽ എത്തുന്നു. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതുമാണ്.
ഉദ്യോഗപരമായി ശമ്പള വർധനവ് ഉണ്ടാകും, സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. സുദീർഘമായ ചർച്ചകളിലൂടെ സങ്കീർണങ്ങളായ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഗൃഹനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുവാനും ഗൃഹപ്രവേശനം നടത്തുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും ഉണ്ടെങ്കിലും ചില സമയത്തെ ജാതകൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് അരോചകമായി അനുഭവപ്പെടാം, അല്ലെങ്കിൽ അവരെ ദുഃഖത്തിൽ എത്തിക്കുന്ന രീതിയിൽ ഉള്ള അവസ്ഥകൾ സൃഷ്ടിക്കാം. കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം ഒന്ന് ആലോചിച്ച് ചെയ്താൽ മതിയാകും. ജാതകൻ്റെ ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ അതുവഴി പരിഹരിക്കപ്പെടുന്നതാണ്. വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. പുണർദം നക്ഷത്ര ജാതകർക്ക് കുറേയേറെ അംഗീകാരങ്ങളും ഉയർച്ചകളും അതോടൊപ്പം തന്നെ കുടുംബപരമായ കുറേയേറെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 2024 ഏപ്രിൽ മാസം എന്നുള്ളത്. ഗുണവും ദോഷവും ഒരുപോലെ പ്രതിഫലിക്കുന്ന സമയം ആയതിനാൽ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതല്ല സത്യം, ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഉറച്ച തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ അഭിവൃദ്ധികൾ ഉണ്ടാകുമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്. ജാതകരുടെ ജീവിതം ഒരു ചിട്ടയാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൂടിയുള്ള ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പുണർദം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വിഷുഫലങ്ങൾ, പ്രധാനമായിട്ടും ജാതകനെ സ്വാധീനിക്കുന്ന രീതിയിൽ സംഭവിക്കുന്ന വിഷുഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രഹസഞ്ചാരങ്ങളുടെ മാറ്റങ്ങൾ, ഈ മാസത്തിൽ നടക്കുന്ന ഗ്രഹസഞ്ചാരങ്ങളുടെ മാറ്റങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്രദമായിട്ട് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ, കേട്ടതിന് ശേഷം ഉപയോഗമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. സമയം കിട്ടുന്നത് പോലെ എല്ലാ മെസ്സേജുകൾക്കും ഞാൻ മറുപടി കൊടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.